ഇന്ന് പിടി തയ്യാറാക്കാൻ ചൂടായ പാത്രത്തിലേക്ക് 2 ഗ്ലാസ് പത്തിരിപ്പൊടി, 1/2 ഗ്ലാസ് ചിരകിയ തേങ്ങ, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ 3-4 മിനിറ്റ് അരിപ്പൊടി ചൂടായതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മാറ്റി വെക്കണം. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഗ്യാസ് സ്റ്റോപ്പിൽ വെക്കുക. ഒരു ബ്ലെൻഡറിൽ 1 കപ്പ് ചിരകിയ തേങ്ങ, 5 ചെറിയ ഉള്ളി, 8 അല്ലി വെളുത്തുള്ളി, 1 ടീസ്പൂൺ ചെറിയ ജീരകം എല്ലാം കൂടി ചതച്ച് തിളയ്ക്കാൻ വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്കിട്ട് 5 മിനിറ്റ് നല്ലോണം തിളപ്പിച്ച് ചതച്ചെടുത്ത തേങ്ങാക്കൂട്ടിന്റെ പച്ചമണം മാറ്റി ചൂടാക്കിയ അരിപ്പൊടിയിലേക്ക് കുറേശ്ശെ ചേർത്ത് കുഴച്ചെടുത്ത് പിടിക്ക് ഷേപ്പ് ചെയ്തെടുക്കുക. അടികട്ടിയുള്ള പാത്രം ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ തിളപ്പിച്ച വെള്ളത്തിൽ ബാക്കി വന്ന വെള്ളവും കുറച്ച് തിളച്ച വെള്ളവും ആവശ്യത്തിന് ഉപ്പും ഇട്ട് തിളച്ചു വരുമ്പോൾ ഷേപ്പ് ചെയ്ത് പിടി തേങ്ങയുടെ 2ാം പാലും ഒഴിച്ച് വേവിക്കുക. നേരത്തെ മാറ്റിവെച്ച 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയിലേക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടി ചേർത്ത് വെന്ത് വന്ന പിടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒന്ന് കുറുകി വരുമ്പോൾ 1ാം പാല് ചേർത്ത് തിളയ്ക്കാതെ ഫ്ലെയിം ഓഫ് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. വറുത്തരച്ച കോഴിക്കറിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതും ചേർത്ത് കഴിക്കാവുന്നതാണ്.